ഹായ് മക്കളെ, സംഖ്യകളും അടിസ്ഥാന ക്രിയകളും എന്ന ചാപ്റ്ററിൻ്റെ 12ാമത്തെ പാർട്ട് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ 11 പാർട്ടുകൾ വൃത്തിയായിട്ട് പഠിച്ചിട്ടുണ്ട്. കണ്ട് നോട്ടുകൾ എഴുതി നിങ്ങളൊപ്പം എത്തിയിട്ടുണ്ട് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ക്ലാസ്സുകൾ കണ്ടിന്യൂസ് ആയിട്ട് കാണുക. നമ്മളൊരു ക്രമത്തിലാണ് പഠിക്കുന്നത്. എളുപ്പമുള്ള ചോദ്യങ്ങൾ ആദ്യം പഠിച്ച് ആ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട കൂടുതൽ ബുദ്ധിമുട്ടായിട്ടുള്ള ചോദ്യങ്ങളും കൂടുതൽ കൺസെപ്റ്റുകളും ഒക്കെ അവസാന ഭാഗത്തേക്ക് ഒന്ന് പഠിക്കും. അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള പഠനമാണ്. ഇപ്പോൾ പാർട്ട് 1 കാണുക, എന്നിട്ട് പാർട്ട് 2, പാർട്ട് 3, പാർട്ട് 4 അങ്ങനെ ഓർഡറായിട്ട് പഠിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക കേട്ടോ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഒക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത്. ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഓൾറെഡി 11 പാർട്ടുകളിലായിട്ട് 23 ടൈപ്പ് ചോദ്യങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് 24ാമത്തെ ടൈപ്പ് മുതലാണ്. ഈ 24ാമത്തെ ടൈപ്പ് സ്ഥിരം ചോദിക്കുന്ന റിപ്പീറ്റ് ആയിട്ട് പരീക്ഷകൾക്ക് വരുന്ന ഒരു ടൈപ്പാണ്. അതുകൊണ്ട് ശ്രദ്ധിച്ച് കേട്ടോണേ മകളെ. ഒന്ന് ശ്രദ്ധിച്ചേ, നമുക്കൊന്ന് വലുതാക്കാം എന്നിട്ട് നോക്കാം. ശ്രദ്ധിച്ചു. അതായത് ഇതൊന്ന് എല്ലാവരും പഠിച്ചു വെക്കണം അല്ലേ. നിങ്ങളിൽ പലർക്കും അറിയാം, ആദ്യത്തെ എണ്ണൽ സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ എന്താ? n×n+1/2. എണ്ണൽ സംഖ്യകളുടെ തുക n×n+1/2. എണ്ണൽ സംഖ്യകളുടെ തുക n×n+1/2. അത്യാവശ്യം എല്ലാവർക്കും അറിയാവുന്ന. തൽക്കാലം ശരാശരി നമുക്ക് വേണ്ട, ഞാൻ അങ്ങ് അതിനോട് ചേർത്ത് എഴുതി വെച്ചു എന്നേ ഉള്ളൂ. ശരാശരി എന്നുള്ള ചാപ്റ്റർ പഠിക്കുമ്പോൾ നമുക്കത് വീണ്ടും പഠിക്കാം. ഇപ്പം നമുക്ക് തുകേനെ ഒന്ന് ഫോക്കസ് ചെയ്യാം. എന്തുകൊണ്ടാണ് ശരാശരിയും തുക ഒരുമിച്ച് എഴുതാൻ കാരണം എന്ന് ചോദിച്ചാൽ, തുകയുടെ ഇക്വേഷനിൽ നിന്ന് ഒരു എണ്ണം ഒഴിവാക്കിയാൽ ശരാശരിയുടെ ഇക്വേഷൻ കിട്ടും. അതായത് തുകയിനെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണല്ലോ ശരാശരി എന്ന് പറയുന്നത്. അപ്പോൾ തുകയുടെ ഇക്വേഷനെ എണ്ണമായ n കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്നും വെട്ടിപ്പോവും. അങ്ങനെയാണ് ശരാശരി ഇക്വേഷൻ വരുന്നത്. അപ്പോൾ രണ്ടും തമ്മിൽ കണക്ഷൻ ഉണ്ട്, പഠിക്കാൻ എളുപ്പമാണ്. അതുകൊണ്ട് രണ്ടും ഒരുമിച്ച് എഴുതിയെന്നുള്ളൂ. നിങ്ങൾ വേണമെങ്കിൽ രണ്ടും ഒരുമിച്ച് എഴുതി വെച്ചോ, കുഴപ്പമൊന്നുമില്ല. നമുക്കിപ്പോൾ എന്തായാലും ആവശ്യം തുകയാണ്. എണ്ണൽ സംഖ്യകളുടെ തുക എന്താ മക്കളെ? n×n+1/2. എണ്ണൽ സംഖ്യകളുടെ തുക എന്താ? n×n+1/2. ഞാൻ പറഞ്ഞു തുക എങ്ങനെ ശരാശരിയായി മാറി എന്നത് പറഞ്ഞത് മനസ്സിലായില്ലേ? ഒരു റൗണ്ട് കൂടെ പറഞ്ഞു തരാം. ശരാശരി എന്ന് പറഞ്ഞാൽ എന്താണ് ഇക്വേഷൻ? ശരാശരി എന്ന് പറഞ്ഞാൽ തുക ഡിവൈഡഡ് ബൈ എണ്ണമാണ്. അപ്പൊ തുകയുടെ ഇക്വേഷനെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ശരാശരി ഇക്വേഷൻ കിട്ടും. n×n+1/2 ആണ് തുകയുടെ ഇക്വേഷൻ. അതിനെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യണം. എണ്ണം n ആണ്, വെട്ടിക്കളയുമ്പോൾ കണ്ടോ n+1/2. അപ്പോൾ എല്ലാത്തിൽ നിന്നും ഒരു n ഒഴിവാക്കി കളഞ്ഞാൽ നമുക്ക് അതിൻ്റെ ശരാശരിയുടെ ഇക്വേഷൻസ് കിട്ടും. അപ്പോൾ വേണമെങ്കിൽ രണ്ടും കൂടി എഴുതി വെച്ചോ. എന്തായാലും ഇപ്പോൾ ആവശ്യം തുകയാണ്. അപ്പോൾ എണ്ണൽ സംഖ്യകളുടെ തുക n×n+1/2. ഒറ്റ സംഖ്യകളുടെ തുകയുടെ ഇക്വേഷൻ n². മക്കളെ, ഒറ്റ സംഖ്യകളുടെ തുകയുടെ ഇക്വേഷൻ n². ഇരട്ട സംഖ്യകളുടെ തുക n×n+1 ആണോ? വർഗങ്ങളുടെ തുക n×n+1 × 2n+1/6. വർഗങ്ങളുടെ തുക n×n+1 × 2n+1/6. ക്യൂബുകളുടെ തുക n×n+1/2 2. അത് പിന്നെ എളുപ്പമുണ്ട്. നമ്മുടെ ആദ്യത്തെ ഇക്വേഷനിലെ എണ്ണൽ സംഖ്യകളുടെ തുക അതിന് സ്ക്വയർ ചെയ്യുന്നതാണ് ക്യൂബുകളുടെ തുക. എണ്ണൽ സംഖ്യകളുടെ തുകയുടെ ഇക്വേഷനെ സ്ക്വയർ ചെയ്യുന്നതാണ് ക്യൂബുകളുടെ തുക. അപ്പോൾ എണ്ണൽ സംഖ്യകളുടെ തുക n×n+1/2 ആണ്. ക്യൂബുകളുടെ തുക n×n+1/2 2 ആണ്. എണ്ണൽ സംഖ്യകളുടെ തുകയുടെ ഇക്വേഷനെ സ്ക്വയർ ചെയ്യുന്നതാണ് ക്യൂബുകളുടെ തുക എന്ന് ഓർത്ത് വെക്കുക, പഠിച്ചു വെക്കുക കേട്ടോ. അപ്പോൾ ഇതിനകത്ത് വലിയൊരു ഇക്വേഷൻ ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞേ മക്കളെ, എണ്ണൽ സംഖ്യകളുടെ തുക n×n+1/2, ഒറ്റ സംഖ്യകളുടെ തുക n², ഇരട്ട സംഖ്യകളുടെ തുക n×n+1, വർഗങ്ങളുടെ തുക ഒരു വലിയ ഇക്വേഷനാണ്, നന്നായിട്ട് പഠിച്ചോണം, n×n+1 × 2n+1/6. ക്യൂബുകളുടെ തുക എളുപ്പമാണ് പഠിക്കാൻ, കാരണം ആദ്യത്തെ ഇക്വേഷന് ഓൾ സ്ക്വയർ ചെയ്താൽ മതി. n×n+1/2 2. ശരി, ഇനി നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ. ഞാൻ ഈ ഇക്വേഷൻ എഴുതിയ കൂടത്തിൽ എല്ലായിടത്തും കണ്ടോ ആദ്യത്തെ എന്ന് പറഞ്ഞേക്കുന്നേ. അപ്പൊ എന്താ അതിൽ നിന്ന് മനസ്സിലാവുന്നേ? ഈ ഇക്വേഷൻസ് ബാധകമാകുന്നത് അല്ലെങ്കിൽ സ്യൂട്ട് ആകുന്നത് തുടക്കം മുതലുള്ള കേസുകൾക്ക് മാത്രമാണ്.
ഈ ഇക്വേഷൻ സ്യൂട്ട് ആകുന്നത് തുടക്കം മുതലുള്ള കേസുകൾക്ക് മാത്രമാണ്. ആദ്യത്തെ n ഒറ്റ സംഖ്യകൾ, ആദ്യത്തെ n ഇരട്ട സംഖ്യകൾ, ആദ്യത്തെ n വർക്കങ്ങൾ, ഇടയ്ക്കെന്നുള്ള പരിപാടി പറ്റില്ല. എന്ന് പറഞ്ഞാൽ 100 മുതൽ 200 വരെയുള്ള NL സംഖ്യകളുടെ തുക കാണാൻ ഈ ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ 1 മുതൽ 200 വരെയാണെ പറ്റും, 1 മുതൽ 500 വരെയാണെ പറ്റും, 1 മുതൽ 1000 വരെയാണെ പറ്റും. എപ്പോഴും തുടക്കം മുതലുള്ള കേസുകളൊക്കെ ഇത് സ്യൂട്ട് ആവത്തുള്ളൂ. ആദ്യത്തെ 10 ഒറ്റ സംഖ്യകളുടെ തുക കാണാൻ പറ്റും, അല്ലാതെ 11 മുതൽ 51 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുക കാണാൻ ഈ ഇക്വേഷൻ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഈ ഇക്വേഷൻസ് എല്ലാം ബാധകമാകുന്നത് തുടക്കം മുതലുള്ള കേസുകൾക്ക് മാത്രമാണ്. ആ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഇനി അടുത്തൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് മക്കളെ, n എന്ന് പറഞ്ഞാൽ സംഖ്യകളുടെ എണ്ണത്തെയാണ് സൂചിപ്പിക്കുന്നത്. n എന്നത് സംഖ്യകളുടെ എണ്ണത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പൊ പറഞ്ഞ കാര്യങ്ങൾ ഈ ഇക്വേഷൻസ് ബാധകമാകുന്ന തുടക്കം മുതൽ 1 മുതൽ തുടക്കം മുതലുള്ള കേസുകൾക്ക് മാത്രമാണ്. ഇതിൽ n സംഖ്യകളുടെ എണ്ണത്തെ സൂചിപ്പിക്കുന്നു. കേട്ടല്ലോ? യെസ്. നമുക്കിതിന്റെ കണക്കുകൾ ഓരോന്ന് ചെയ്യുന്നതിനോടൊപ്പം അതിൻ്റെ കൺസെപ്റ്റും രീതികളും കുറച്ചുകൂടെ ഒന്നും കൂടെ വിശദമാക്കി പറഞ്ഞുതരാം. അപ്പം നിങ്ങൾ പഠിക്കേണ്ടത് എല്ലാത്തിൻ്റെയും തുകയുടെ ഇക്വേഷനാണ്. കുഞ്ഞുങ്ങളെ പറഞ്ഞേ, NL സംഖ്യകൾ നാച്ചുറൽ നമ്പേഴ്സിന്റെ തുക n × n+1/2, ഒറ്റ സംഖ്യകളുടെ തുക n² ആണ്, ഇരട്ട സംഖ്യകളുടെ തുക n ആണ്. ഇരട്ട സംഖ്യകളുടെ തുക n × n+1 ആണ്, വർഗ്ഗങ്ങളുടെ തുക n × n+1 × 2n+1/6 ആണ്, ക്യൂബുകളുടെ തുക n × n+1/2 ഹോൾ സ്ക്വയർ. NL സംഖ്യകളുടെ തുകയ്ക്ക് സ്ക്വയർ ചെയ്യുന്നതാണ് ക്യൂബുകളുടെ തുക. ഇനി തുകയുടെ ഇക്വേഷനിൽ നിന്ന് ഒരു n ഒഴിവാക്കിയാൽ എല്ലാത്തിൻ്റെയും ശരാശരി ഇക്വേഷൻ കിട്ടും. ആണോ? തുകയുടെ ഇക്വേഷനിൽ നിന്ന് ഒരു n ഒഴിവാക്കിയാൽ എല്ലാത്തിൻ്റെയും ശരാശരിയുടെ ഇക്വേഷൻ കിട്ടും. ശരിയല്ലേ? ഇവിടെ നിന്ന് നമ്മൾ ഈ n ഒഴിവാക്കി, അപ്പൊ ശരാശരി NL സംഖ്യകളുടെ ഈ n² 2n ഉണ്ട്, ഒരു n ഒഴിവാക്കി, ശരാശരി n. ഈ n × n+1 ഒരു n ഒഴിവാക്കി, n+1. കണ്ടോ? n × n+1 ഇതിൻ്റെ ഒരു n ഒഴിവാക്കി ഉണ്ടോ? ഇനി ഇവിടെ ഇത് n² ആണ്, ഇത് n+1² ആണ്. n² ഒരു n പോകും, അപ്പൊ n × n+1² എന്ന് വരും. കേട്ടോ? അത് മനസ്സിലായോ? അതായത് എക്സ്പാൻഡ് ചെയ്യുമ്പോഴേ n² × n+1² എന്നാ വരുന്നത്. ഏത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ? ഇത് ഹോൾ സ്ക്വയർ അല്ലേ? അപ്പൊ ഈ n² 2n ഉണ്ടല്ലോ, ഒരു n വെട്ടിപ്പോവും, ബാക്കി ഒരു n അവിടെ കാണും. അതാണ് ഇതിങ്ങനെ വന്നത്. കേട്ടോ? ഓക്കെ, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ശരാശരി നമുക്ക് വീണ്ടും പഠിക്കാം. നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് അങ്ങ് ചെയ്താലോ സേട്ടാ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് ചോദ്യം? ആദ്യ 20 NL സംഖ്യകളുടെ തുക. ശ്രദ്ധിച്ച് കേട്ടേ, ആദ്യ 20 NL സംഖ്യകളുടെ തുക അല്ലേ? അപ്പൊ NL സംഖ്യകളുടെ തുകയുടെ ഇക്വേഷൻ n × n+1/2 ആണ്. ഇതാണ് NL സംഖ്യകളുടെ തുകയുടെ ഇക്വേഷൻ അല്ലേ? ഈ ഇക്വേഷൻ ഞാൻ എഴുതി വെച്ചു. ഇനി അടുത്തത് ഞാൻ n എത്രയാണെന്ന് കണ്ടുപിടിക്കണം. എന്ന് പറഞ്ഞാൽ സംഖ്യകളുടെ എണ്ണത്തെയാണ് സൂചിപ്പിക്കുന്നത്. ആദ്യ 20 NL സംഖ്യകൾ എന്ന് പറഞ്ഞാൽ 20 എണ്ണമുണ്ട് എന്ന് മനസ്സിലാക്കാം. ആദ്യ 20 NL സംഖ്യകൾ എന്ന് പറഞ്ഞാൽ 20 എണ്ണമുണ്ടെന്ന് മനസ്സിലാക്കാം. ആദ്യ 20 എന്ന് പറയുമ്പം 20 എണ്ണം. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ n-ന്റെ സ്ഥാനത്ത് 20 കൊടുക്കുക. 20 × n+1 21 /2 എന്ന് വരും മക്കളെ. ആണോ? ഇതും വെട്ടിപ്പോകും. 10. ആൻസർ 210 എന്ന് കിട്ടും. 210 എന്നാണ് ആൻസർ കിട്ടുന്നത്. ഓപ്ഷൻ ബി ആണ് നമ്മുടെ കറക്റ്റ് ഉത്തരമായിട്ട് വരുന്നത്. ചെയ്തത് പക്കയാണോ? ക്ലിയർ ആണോ? ആണ്. മുന്നോട്ട് പോവാം. അടുത്ത ചോദ്യം. ആദ്യ 45 എന്നുള്ളതിൻ്റെ അടി വരച്ചിരണേ. ആദ്യ 45 NL സംഖ്യകളുടെ തുക. നമ്മുടെ ഇക്വേഷൻ എന്താ മക്കളെ? ഇക്വേഷൻ n × n+1/2 ആണോ? ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഓക്കെ, അതിൽ n എത്രയാ? 45. ആദ്യ 45 NL സംഖ്യകൾ എന്ന് പറഞ്ഞാൽ 45 എണ്ണം ഉണ്ടല്ലോ. 45 × 46 n × n+1/2 ആണോ? 45 × 46/2. ഇതും വെട്ടിപ്പോവും. 23. 45 × 23 നമ്മുടെ ഉത്തരം 1035 എന്ന് കിട്ടും. 1035. എളുപ്പമല്ലേ? ആദ്യം 45 എന്ന് പറഞ്ഞാൽ 45 എണ്ണം ഉണ്ട് എന്നാണ് അർത്ഥം. ഓക്കെ, മുന്നോട്ട്. 100 വരെയുള്ള NL സംഖ്യകളുടെ
തുക, 100 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക. ഇത് കാണാതെ പഠിക്കണം, കാരണം ഇത് പലതവണ ചോദിച്ചിട്ടുണ്ട്. 50 50 കേട്ടോ. 100 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക എത്രയാണ്? 50 50. കാണാതെ പഠിക്കണേ. 100 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക 5050. 100 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക 5050. ഇനി ചെയ്ത് കണ്ടുപിടിക്കാൻ കുഴപ്പമൊന്നുമില്ല. n × n+1/2 ആണ്. ഓക്കെ, n എത്രയാ? 100. n+1 എത്രയാ? 101 /2 കിട്ടും. ശരിയല്ലേ? ആണ്. ഇതും വെട്ടിപ്പോവും. 50 50 50 എന്ന് വരും അല്ലേ? 50 50. 5050 മക്കളെ നമ്മുടെ ഉത്തരവായിട്ട് വരുന്നത്. അതൊന്ന് കാണാതെ പഠിക്കണേ എല്ലാവരുമേ. മുന്നോട്ട് വരാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആദ്യത്തെ എത്ര എണ്ണൽ സംഖ്യകളുടെ തുകയാണ് 105? അതായത് എണ്ണൽ സംഖ്യകളുടെ തുക കാണാനല്ല, ആദ്യത്തെ എത്ര എണ്ണൽ സംഖ്യകളുടെ തുകയാണ് 105 എന്നാണ്. അപ്പം എനിക്ക് മനസ്സിലായി n × n+1/2 അല്ലേ എണ്ണൽ സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ ആണോ? ഇതിൻ്റെ ഉത്തരവാണ് അവരെത്രാം തന്നേക്കുന്നത്? 105. ആദ്യത്തെ എത്ര എണ്ണൽ സംഖ്യകളുടെ തുകയാണ് 105 എന്ന് ചോദിച്ചാൽ n × n+1/2 = 105 എന്ന് എഴുതിയിട്ട് n എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ശരിയാണോ? ആണ്. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടി n × n+1/2 105 ഈ 2 അങ്ങോട്ട് പോകും. അപ്പോൾ n × n+1 = നമുക്ക് 210 കിട്ടും. ഓക്കെ ആണോ? ശരി. ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോണം. n × n+1 210 എന്ന് തന്നാൽ അതിൽ n കാണാൻ ഉള്ള മാർഗം ശ്രദ്ധിച്ചേ. തുടർച്ചയായ 2 സംഖ്യകളുടെ ഗുണനഫലം തന്നാൽ അതിലെ ചെറിയ സംഖ്യ കാണാൻ ഇത്ര ഓർത്താൽ മതി. ഇത് തുടർച്ചയായ 2 സംഖ്യകളല്ലേ മക്കളെ? ഇത് തുടർച്ചയായ 2 സംഖ്യകളാണല്ലോ. ഗുണനഫലം തന്നാൽ അതിലെ ചെറിയ സംഖ്യ കാണാൻ ഈ ഉത്തരം 210 അല്ലേ? 210 മുന്നേയുള്ള പെർഫെക്റ്റ് സ്ക്വയർ പൂർണ്ണവർഗം ഏതാണെന്ന് നോക്കണം. 210 മുന്നേയുള്ള പൂർണ്ണവർഗം 196. ഏതിൻ്റെയാ? 14-ൻ്റെയാ. അപ്പോൾ എന്നിൻ്റെ വില 14 ആയിരിക്കും. ഇതാണ് ഈ കണക്ക് ചെയ്യാനുള്ള ടെക്നിക്ക്. ഒന്നുകൂടെ പറയാം, ശ്രദ്ധിച്ച് കേട്ടു. തുടർച്ചയായ 2 സംഖ്യകളുടെ ഗുണനഫലം തന്നാൽ, ഓക്കെ, അപ്പോൾ ഇവിടെ തുടർച്ചയായ 2 സംഖ്യകളാണ് n-ഉം n+1. അവയുടെ ഗുണനഫലമാണ് 210 ആണോ? എന്നിട്ട് അതിലെ ചെറിയ സംഖ്യ n കണ്ടുപിടിക്കണമെങ്കിൽ 210 മുന്നേയുള്ള പൂർണ്ണവർഗം ഏതാണെന്ന് നോക്കണം. 196 ഏതിൻ്റെയാണെന്ന് നോക്കണം? 14-ൻ്റെ. അപ്പോൾ ഉത്തരം 14 ആയിരിക്കും. ഇനി ഓപ്ഷനിൽ നിന്ന് എടുത്ത് വേണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, പക്ഷേ ഇതാണ് ഏറ്റവും സ്യൂട്ട് മെത്തേഡ്. ഓക്കെ, ഞാൻ വേറെ ഉദാഹരണം പറഞ്ഞുതരാം. ശ്രദ്ധിച്ചേ മക്കളെ, ഞാൻ വേറെ ഒന്നിനൊരു ഉദാഹരണം കാണിച്ചു തരാം. നോക്ക്. 5 × 6 എത്രയാ? 30 അല്ലേ? ആണോ? അപ്പോൾ തുടർച്ചയായ 2 സംഖ്യകളുടെ ഗുണനഫലം അല്ലേ തന്നേക്കുന്നേ? കണ്ടോ? ഇതിലെ ചെറിയ സംഖ്യ കാണാൻ നമുക്കിപ്പോൾ ചെയ്ത അതേ ടെക്നിക്ക്, നമുക്ക് ഇവിടെ അറിയാൻ ചെറിയ സംഖ്യ 5 ആണ്. ഇത് കണ്ടുപിടിക്കാൻ ഇപ്പോൾ ചെയ്ത ടെക്നിക്ക് യൂസ് ചെയ്യാം. 30 മുന്നേയുള്ള പൂർണ്ണവർഗം നോക്കുക. 25. ഏതിൻ്റെ? 5-ൻ്റെ അല്ലേ? കണ്ടോ? ചെറിയ സംഖ്യ 5 അല്ലേ? വേറെ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. 10 × 11 അല്ലേ? ഇതിൻ്റെ ഉത്തരം 110 അല്ലേ? തുടർച്ചയായ 2 സംഖ്യകളുടെ ഗുണനഫലം 110. അതിലെ ചെറിയ സംഖ്യ 10 ആണെന്ന് അറിയാം. അത് കണ്ടുപിടിക്കാനുള്ള മാർഗം 110 മുന്നേയുള്ള പൂർണ്ണവർഗം നോക്കുക. 100. ഏതിൻ്റെയാ? 10-ൻ്റെ അല്ലേ? കണ്ടോ? ചെറിയ സംഖ്യ 10 അല്ലേ? ടെക്നിക്ക് മനസ്സിലായോ? 9 × 10 എത്രയാ? 90. തുടർച്ചയായ 2 സംഖ്യകളുടെ ഗുണനഫലം 90. അതിലെ ചെറിയ സംഖ്യ കാണാൻ എന്ത് ചെയ്യണം? ചെറിയ സംഖ്യ 9 ആണെന്ന് അറിയാം. അറിയത്തില്ലെങ്കിൽ കാണാൻ എന്ത് ചെയ്യണം? 90 മുന്നേയുള്ള പൂർണ്ണവർഗം നോക്കണം. 81. ഏതിൻ്റെയാ? 9-ൻ്റെ അല്ലേ? അപ്പോൾ ചെറിയ സംഖ്യ 9 അല്ലേ? ടെക്നിക്ക് മനസ്സിലായോ? അപ്പോൾ തുടർച്ചയായ 2 സംഖ്യകളുടെ ഗുണനഫലം തന്നിട്ട് ചെറിയ സംഖ്യ കാണാൻ ഈ ടെക്നിക്ക് യൂസ് ചെയ്യാം. ഞാൻ 1-2 എക്സാമ്പിൾസും കൂടെ എഴുതി കാണിച്ചു തരട്ടെ. നോക്ക് മക്കളെ. തുടർച്ചയായ 2 സംഖ്യകൾ n × n+1 കണ്ടോ? ഇതിലെ ചെറിയ സംഖ്യ കാണാനാണ് ചോദിച്ചേക്കുന്നത് വിചാരിക്കുക. ഓക്കെ ആണോ? യെസ്. അപ്പം എനിക്ക് n × n+1 42 തന്നിട്ടുണ്ട്. n കണ്ടുപിടിക്കണം. n × n+1 42 അറിയാം. അപ്പോൾ n കണ്ടുപിടിക്കാനുള്ള മാർഗം ചെറിയ സംഖ്യ കാണാൻ 42 മുന്നേയുള്ള പൂർണ്ണവർഗം ഏതാണെന്ന് നോക്കണം. 36 അല്ലേ? ആണോ? 36 ഏതിൻ്റെ വർഗമാണ്? 6-ൻ്റെ. അപ്പോൾ 6 ആയിരിക്കും ഇതിൻ്റെ ചെറിയ സംഖ്യ. ശരിയാണോ? 6 × 7 ആണ് 42. ശരിയാണ്. കണ്ടോ? ടെക്നിക്ക് മനസ്സിലായോ എല്ലാവർക്കും? ഇത്രേ ഉള്ളൂ. ഇനി n × n+1
നമുക്ക് തന്നിട്ടുണ്ട് 72. n കാണും, ചെറിയ സംഖ്യ കാണും. 72-ന് മുന്നേയുള്ള പൂർണ്ണവർഗം നോക്കണം. 72-ന് മുന്നേയുള്ള പൂർണ്ണവർഗം ഏതാ? 64. ഏതിൻ്റെയാ? 8-ൻ്റെ. സോ 8 ചെറിയ സംഖ്യ. 8 × 9 72. കണ്ടോ? അപ്പം ക്ലിയർ ആണോ ഞാൻ പറഞ്ഞ പോയിന്റ്? ആണെങ്കിൽ ഇവിടെ ശ്രദ്ധിച്ചോ, നമ്മൾ ചെയ്തത് ഇത്രയേ ഉള്ളൂ. ടെക്നിക്ക് ഒന്നുമില്ല. ഇവിടെ ആദ്യത്തെ എത്ര എണ്ണൽ സംഖ്യകൾ തുകയാണ് 105 എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ n × n+1/2 വിലയാണ് 105. അതിൽ നിന്ന് n × n+1 210 കിട്ടും. തുടർച്ചയായ രണ്ട് സംഖ്യകളുടെ ഗുണഫലം 210 ആണെങ്കിൽ അതിലെ ചെറിയ സംഖ്യ കാണാൻ 210-ന് മുന്നേ ഉള്ള പൂർണ്ണവർഗം ഏതാണെന്ന് നോക്കുക. 210-ന് മുന്നേ ഉള്ള പൂർണ്ണവർഗം 196 ആണ്, 14-ൻ്റെയാണ്. അപ്പോൾ n-ൻ്റെ വില അതിലെ ചെറിയ സംഖ്യ 14 ആയിരിക്കും. ഇങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ആദ്യത്തെ 14 എണ്ണൽ സംഖ്യകളുടെ തുകയാണ് 105. അടുത്ത ചോദ്യം, ആദ്യത്തെ 50 അഖണ്ഡ സംഖ്യകളുടെ തുക എത്ര? എന്താ മക്കളെ അഖണ്ഡ സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ? n × n-1/2 ആണ് അഖണ്ഡ സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ. എന്താണ് അഖണ്ഡ സംഖ്യകളുടെ തുക? n × n-1/2 ആണ്. എണ്ണൽ സംഖ്യകളുടെ തുക n × n+1/2ഉം അഖണ്ഡ സംഖ്യകളുടെ തുക n × n-1/2 ആണ്. അതിൽ n എന്ന് പറഞ്ഞാൽ സംഖ്യകളുടെ എണ്ണം 50 ആണ്, n-1 49 ആണ് അല്ലേ? ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. ശരിയാണോ? അപ്പം 2ഉം 50ഉം വെട്ടിപ്പോവും. 25 × 49 എന്ന് വരും. 1225 എന്ന് നമുക്ക് ഉത്തരം കിട്ടും. 1225. നമ്മുടെ ആൻസർ ഓപ്ഷൻ ബി ആണ് മക്കളെ. 1225 നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. ക്ലിയർ ആണല്ലോ? ആണ്. എങ്കിൽ മുന്നോട്ട് പോവാൻ നമുക്ക്. അടുത്ത ചോദ്യം, ആദ്യ 12 ഒറ്റ സംഖ്യകളുടെ തുക എത്ര? എന്താ ചോദ്യം? ആദ്യ 12 ഒറ്റ സംഖ്യകളുടെ തുക. ആദ്യ 12 ഒറ്റ സംഖ്യകളുടെ തുക. എന്താണ് ഒറ്റ സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ? n² ആണ് ഒറ്റ സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ. ആണോ? ആദ്യ 12, ശ്രദ്ധിക്കണേ, ആദ്യ 12 ഒറ്റ സംഖ്യകൾ എന്ന് പറയുമ്പം എത്ര എണ്ണമുണ്ട് മക്കളെ? 12 എണ്ണമുണ്ട്. ശരിയല്ലേ? അപ്പൊ സംഖ്യകളുടെ എണ്ണം 12 ആണ്. ആദ്യ 12 ഒറ്റ സംഖ്യകൾ എന്ന ആദ്യത്തെ 12 എണ്ണം ഒറ്റ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ അറിയാം 12 സംഖ്യകളുണ്ട്. അപ്പോൾ n² ആണ് ഇക്വേഷൻ. അതിൽ n 12 ആണ്. അപ്പോൾ ആൻസർ 12-ൻ്റെ സ്ക്വയർ 144 എന്ന് വരും. നമ്മുടെ ആൻസർ ഓപ്ഷൻ സി ആണ് കറക്റ്റ്. ചോദ്യം ആദ്യ 12 ഒറ്റ സംഖ്യകളുടെ തുക കാണാനാണ്. ഒറ്റ സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ n² ആണ്. അതിൽ n സംഖ്യകളുടെ എണ്ണമാണ്. ആദ്യ 12 ഒറ്റ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ 12 എണ്ണം ഉണ്ടെന്നാണ് അർത്ഥം. ആണോ? അപ്പോൾ n² 12-ൻ്റെ സ്ക്വയർ 144. കറക്റ്റ് ആണല്ലോ? സെറ്റ് ആണല്ലോ? ഓക്കെ, മുന്നോട്ട് പോവാവേ. അടുത്ത ചോദ്യം, ആദ്യ 25 ഒറ്റ സംഖ്യകളുടെ തുക. ആദ്യ 25 ഒറ്റ സംഖ്യകളുടെ തുക. ശരി, അപ്പോൾ ഇതും ഒറ്റ സംഖ്യകളുടെ തുക കാണാനാണ്. ഇക്വേഷൻ n² ആണ് അല്ലേ? ആദ്യ 25 ഒറ്റ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 25 എണ്ണമുണ്ട്. ആദ്യത്തെ 25 ഒറ്റ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ 25 എണ്ണമുണ്ട്. അപ്പോൾ n² എന്ന് പറഞ്ഞാൽ 25-ൻ്റെ സ്ക്വയർ ആണ് മക്കളെ. ആൻസർ 625 നമ്മുടെ ഉത്തരവായിട്ട് വരുന്നത്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ആദ്യ 25 ഒറ്റ സംഖ്യകളുടെ തുക എന്ന് പറഞ്ഞാൽ 25-ൻ്റെ സ്ക്വയർ. ആൻസർ 625. ഓക്കെ ആണല്ലോ ചെയ്തത്? മുന്നോട്ട് പോകാം. അടുത്ത ചോദ്യം ശ്രദ്ധിച്ച് കേട്ടോണേ. 35 വരെയുള്ള, ഒന്ന് അണ്ടർലൈൻ ചെയ്തേ, 35 വരെയുള്ള. ഇത്രയും നേരം നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് അങ്ങനെയല്ല. ആദ്യ 25 കണ്ടോ? ആദ്യ 12 ഇങ്ങനെയല്ലായിരുന്നോ? ആദ്യ 12 എന്ന് പറഞ്ഞാൽ 12 എണ്ണം ഉണ്ട്. ആദ്യ 25 എന്ന് പറഞ്ഞാൽ 25 എണ്ണം ഉണ്ട്. എന്നാൽ 35 വരെയുള്ള എന്ന് പറഞ്ഞാൽ എത്ര എണ്ണം വരും? അതാണ് ശ്രദ്ധിക്കേണ്ടത്. നോക്കാം നമുക്ക് എന്താണ് ടെക്നിക്ക്. മക്കളെ, എന്തായാലും ഒറ്റ സംഖ്യകളുടെ തുക കാണാനല്ലേ ചോദ്യം.
ഇക്വേഷൻ എൻ സ്ക്വയർ ആണ്. ഒറ്റ സംഖ്യകളുടെ തുകയുടെ ഇക്വേഷൻ എന്താണ്? എൻ സ്ക്വയർ. ഒറ്റ സംഖ്യകളുടെ തുകയുടെ ഇക്വേഷൻ എന്താണ്? എൻ സ്ക്വയർ. എൻ സ്ക്വയർ. ഒറ്റ സംഖ്യകളുടെ തുക എൻ സ്ക്വയർ ആണ്. ഇനി 35 വരെയുള്ള ഒറ്റ സംഖ്യകൾ എന്ന് ആണോ? ഒറ്റ സംഖ്യകളുടെ തുകയുടെ ഇക്വേഷൻ എന്താണ്? എൻ സ്ക്വയർ ആണ്. ഒറ്റ സംഖ്യകളുടെ തുകയുടെ ഇക്വേഷൻ എൻ സ്ക്വയർ ആണ്. 35 വരെയുള്ള ഒറ്റ സംഖ്യകൾ എന്ന് അല്ലേ? 35 വരെ എത്ര സംഖ്യകളുണ്ട്? അത് നിങ്ങൾ ശ്രദ്ധിക്കണം. 35 വരെ 35 ഒറ്റ സംഖ്യകളില്ല മക്കളെ, അല്ലേ? അത് സിമ്പിളായിട്ട് ഇങ്ങനെ ആലോചിച്ചേ. 34 വരെ 34 വരെ എത്ര ഒറ്റ, എത്ര ഇരട്ട? 34 വരെ 17 ഒറ്റ സംഖ്യകളുമുണ്ട്, 17 ഇരട്ട സംഖ്യകളുമുണ്ട്. ശരിയാണോ? സിമ്പിളായിട്ട് ഇങ്ങനെ ആലോചിക്കാം, അല്ലേ? 34 വരെ പകുതി എണ്ണം ഒറ്റയും പകുതി എണ്ണം ഇരട്ടയായിരിക്കും. 50 വരെ 25 ഒറ്റ സംഖ്യകളും 25 ഇരട്ട സംഖ്യകളും ആയിരിക്കും. 20 വരെ 10 ഒറ്റ സംഖ്യകളും 10 ഇരട്ട സംഖ്യകളും ആയിരിക്കും. 40 വരെ 20 ഒറ്റ സംഖ്യകളും 20 ഇരട്ട സംഖ്യകളായിരിക്കും. അങ്ങനെയാണെങ്കിൽ 34 വരെ 17 ഒറ്റ സംഖ്യകളും 17 ഇരട്ട സംഖ്യകളുമാണ്. അപ്പം 35 വരെ എന്ന് പറഞ്ഞാലോ? 35 വരെ എന്ന് പറഞ്ഞാൽ 34 വരെ 17 ഒറ്റയാണെങ്കിൽ 35 വരെ എന്ന് പറയുമ്പം ഒരൊറ്റ സംഖ്യയും കൂടെ വരും. 18 ഒറ്റ സംഖ്യകളാണുള്ളത്. 35 വരെ 18 ഒറ്റ സംഖ്യകളുണ്ട്. അപ്പൊ സംഖ്യകളുടെ എണ്ണം 18 ആണ്. സംഖ്യകളുടെ എണ്ണം 18. എൻ സ്ക്വയർ 18ന്റെ സ്ക്വയർ ആണ്. ഉത്തരം 324 എന്നാണ് സേട്ട വരുന്നത്. 324. ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. 35 വരെ കണ്ടോ? ആദ്യം 35 എന്നായിരുന്നെങ്കിൽ 35 എണ്ണം വരുമായിരുന്നു. പക്ഷെ 35 വരെ എന്ന് പറയുമ്പോൾ 35 ഒറ്റ സംഖ്യകളില്ല മക്കളെ. 35 വരെ എത്ര ഒറ്റ സംഖ്യകളുണ്ടെന്ന് അറിയാൻ ഒന്നുകൂട്ടി പകുതി എടുക്കാന്നൊക്കെ പറയും. പക്ഷെ അങ്ങനെ നിങ്ങൾ പഠിക്കണം. ഇങ്ങനെ പഠിച്ചാൽ മതി. 34 വരെ എത്രയാന്ന് നോക്കുക. 34 വരെ എത്രയാന്ന് നോക്കുക. 35 എന്ന് പറയുമ്പോൾ 34 വരെ 17ഉം 17ഉം. അപ്പം 35 വരെ 18. പറഞ്ഞ മനസ്സിലായോ? വേറെ ഉദാഹരണങ്ങൾ കാണിച്ചു തരാം. നോക്ക്. 43 വരെ എത്ര ഒറ്റ സംഖ്യകളുണ്ടെന്ന് ചോദിച്ചെന്ന് വിചാരിക്കുക. 43 വരെ. അപ്പം നിങ്ങൾ 42 വരെ ആലോചിക്കണം. 42 വരെ 21 ഒറ്റ, 21 ഇരട്ട. അപ്പം 43 വരെ ഒരെണ്ണം കൂടെ 22 ഒറ്റ സംഖ്യകൾ. കണ്ടോ? ഇനി 57 വരെ എത്ര ഒറ്റ സംഖ്യകൾ എന്ന് ചോദിച്ചു എന്ന് വിചാരിക്കുക. 57 വരെ. 57 വരെ എന്ന് പറയുമ്പോൾ 56 വരെ എത്രയാ? 56 വരെ 28 ഒറ്റ, 28 ഇരട്ട. അപ്പൊ 57 വരെ 29 ഒറ്റ സംഖ്യ. ക്ലിയർ ആണോ? അതാണ് അതിന്റെ ലോജിക്ക്. കണ്ടോ? 17 വരെ എത്ര ഒറ്റ സംഖ്യകൾ എന്ന് ചോദിച്ചാൽ 16 വരെ 8 ഒറ്റ 8 ഇരട്ട. അപ്പൊ 17 വരെ ഒരു ഒറ്റ സംഖ്യയും കൂടെ വരും. സോ 9 ഒറ്റ സംഖ്യകൾ. 16 വരെ 8 ഒറ്റ 8 ഇരട്ട. 17 വരെ ഒരൊറ്റ സംഖ്യയും കൂടെ വരും. സോ ടെക്നിക്ക് മനസ്സിലായോ? ഇങ്ങനെ അങ്ങ് ആലോചിച്ചാൽ മതി. അപ്പം നമുക്ക് ഇരട്ട സംഖ്യകളുടെ കേസിലും ഒറ്റ സംഖ്യകളുടെ കേസിലൊക്കെ ഈ ടെക്നിക്ക് യൂസ് ചെയ്യാം. മക്കളെ, ഞാനേ ഈ 2 ക്വസ്റ്റ്യൻസ് തമ്മിൽ ഒന്ന് കമ്പയർ ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടും. രണ്ടും ഒരേപോലെ തോന്നുന്ന 2 ചോദ്യങ്ങളാണ്. ശ്രദ്ധിച്ചേ. ആദ്യ 9 ഒറ്റ സംഖ്യകളുടെ തുകയുമുണ്ട്, 9 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുകയുമുണ്ട്. രണ്ടും 2 ചോദ്യമാണ്. പക്ഷേ നിങ്ങൾക്ക് അതിൽ കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. ആദ്യത്തെ ചോദ്യം ആദ്യ 9 ഒറ്റ സംഖ്യകളുടെ തുക എന്നാണ്. ആണോ? ഒറ്റ സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ എന്താ? ഒറ്റ സംഖ്യകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ എൻ സ്ക്വയർ ആണ്, അല്ലേ? എപ്പോഴും ഒറ്റ സംഖ്യകളുടെ തുകയുടെ ഇക്വേഷൻ എന്താ? എൻ സ്ക്വയർ. ആദ്യ 9 ഒറ്റ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ സംഖ്യകളുടെ എണ്ണം എത്രയാണ്, എൻ എത്രയാണെന്ന് അറിയണം. ആദ്യ ചേർത്ത് വന്നാൽ എപ്പോഴും ആ സംഖ്യ അങ്ങനെ തന്നെ അങ്ങ് എടുത്താൽ മതി. ആദ്യ 9 ഒറ്റ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ സംഖ്യകളുടെ എണ്ണം 9 എണ്ണമായിരിക്കും. ആദ്യ 9 എന്ന് പറയുമ്പോൾ സംഖ്യകളുടെ എണ്ണം 9 എണ്ണമായിരിക്കും. ആദ്യ 9 ഒറ്റ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ സംഖ്യകളുടെ എണ്ണം 9 എണ്ണമാണ്. അതെങ്ങനെ വന്നു എന്ന് പറയാം. ആദ്യ 9 ഒറ്റ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ മക്കളെ 1, 3, 5, 7, 9, 11, 13,
15, 17 ഇതാണ് ആദ്യത്തെ 9 ഒറ്റ സംഖ്യകൾ. ആദ്യ 9 ഒറ്റ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ 9 എണ്ണം ഉണ്ടെന്നാ മക്കളെ അർത്ഥം. കണ്ടോ? ആദ്യ 9 ഒറ്റ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ 9 എണ്ണമുണ്ട് എന്നർത്ഥം. കണ്ടോ? ആദ്യത്തെ 9 എണ്ണം എന്നാണ്. അപ്പോൾ 9-ലല്ല അവസാനിക്കുന്നത്. 1, 3, 5, 7, 9, 11, 13, 15, 17. കണ്ടോ? ആദ്യ 9 ഒറ്റ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ 17 വരെ. ഇതാണ് ആദ്യത്തെ 9 ഒറ്റ സംഖ്യകൾ. അപ്പോൾ അവിടെ സംഖ്യകളുടെ എണ്ണം 9. അപ്പോൾ n സ്ക്വയർ ചെയ്യുമ്പം നമുക്ക് 9ന്റെ സ്ക്വയർ ആണ് കിട്ടുന്നത്. ഉത്തരം 81 വരും. രണ്ടാമത്തെ ചോദ്യം നോക്കിയേ, 9 വരെ. അപ്പോൾ ഈ വരെ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം. ആദ്യം 9 എന്ന് പറഞ്ഞാൽ അത് തന്നെ എടുക്കാം. 9 വരെ എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണം. 9 വരെയുള്ള ഒറ്റ സംഖ്യകളുടെ തുക. തുകയുടെ ഇക്വേഷൻ എന്ത് തന്നെയാണ്? ഒറ്റ സംഖ്യകളുടെ തുക എപ്പോഴും n സ്ക്വയർ ആണ്. ഇവിടെ സംഖ്യകളുടെ എണ്ണം കാണണം. സംഖ്യകളുടെ എണ്ണം എത്രയാണെന്ന് നമുക്കറിയില്ല. ആണോ? 9 വരെയുള്ള ഒറ്റ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാ മക്കളെ? 1, 3, 5, 7, 9. കണ്ടോ? ഇതാണ് 9 വരെയുള്ള ഒറ്റ സംഖ്യകൾ. 9 വരെ എത്ര ഒറ്റ സംഖ്യകളുണ്ട്? 5 എണ്ണമുണ്ട്. 9 വരെ എത്ര ഒറ്റ സംഖ്യകളുണ്ട്? 5 എണ്ണമുണ്ട്. 5 എണ്ണം. 9 വരെ 5 എണ്ണമുണ്ട് ഒറ്റ സംഖ്യകൾ. 5 എണ്ണം. കേട്ടോ? അപ്പോൾ ഇവിടെ സംഖ്യകളുടെ എണ്ണം 5 ആണ്. 9 വരെ 5 എണ്ണമുണ്ട്. ക്ലിയർ ആണോ? അപ്പോൾ n സ്ക്വയർ ചെയ്യുമ്പോൾ 5ന്റെ സ്ക്വയറാ ചെയ്യേണ്ടത്. ഉത്തരം എത്രയാ? 25. കണ്ടോ? അപ്പോൾ 9 വരെ എത്ര എണ്ണം ഉണ്ടെന്നറിയാൻ 9 വരെ 1, 3, 5, 7, 9 5 എണ്ണമാണ്. ആദ്യം 9 എന്ന് പറഞ്ഞാൽ 9 എണ്ണം ഉണ്ട്. 9 വരെ എന്ന് പറഞ്ഞാൽ 5 എണ്ണം ഉള്ളൂ. നന്നായിട്ട് മനസ്സിലായോ? ഇനി നമ്മൾ പഠിച്ച ലോജിക്കിൽ കണ്ടുപിടിക്കാം. 9 വരെ എന്ന് പറയുമ്പോൾ 8 വരെ എത്ര നോക്കുക? 4, 4. അപ്പോൾ 9 വരെ എന്ന് പറഞ്ഞാൽ ഒന്നും കൂടെ 5 എണ്ണം. അപ്പോൾ വ്യത്യാസം നന്നായിട്ട് മനസ്സിലായല്ലോ. ശ്രദ്ധിച്ച് ചെയ്തോണം കേട്ടോ. ഓക്കെ, കുറച്ച് സമയം എടുത്ത് പറഞ്ഞത്. ഇത് കുറേ ആളുകൾ കൺഫ്യൂഷൻ ഉണ്ട്. അതുകൊണ്ടാണ് ഒന്ന് ആവർത്തിച്ച് റിപ്പീറ്റ് ചെയ്ത് ക്ലിയർ ആക്കിയിട്ട് പറഞ്ഞത് കേട്ടോ. മുന്നോട്ട് പോകാം മക്കളെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആദ്യ 15 ഇരട്ട സംഖ്യകളുടെ തുക. ഇരട്ട സംഖ്യകളുടെ തുക n/n+1 ആണ്. ആണോ? ഇരട്ട സംഖ്യകളുടെ തുക n/n+1 ആണ്. ആണോ? ഇരട്ട സംഖ്യകളുടെ തുക n/n+1 ആണ്. ആദ്യ 15 ഇരട്ട സംഖ്യകൾ എന്ന് പറഞ്ഞാൽ 15 × 16. ആദ്യ 15 ഇരട്ട സംഖ്യകൾ എന്ന് പറഞ്ഞാൽ n എത്രയാ? 15 എണ്ണം വരില്ലേ? ആദ്യ ചേർത്ത് വന്നാൽ അത് തന്നെ എടുക്കാം എന്ന് ഞാൻ പറഞ്ഞു. ആണോ? ആദ്യ 15 ഇരട്ട സംഖ്യകൾ എന്ന് പറഞ്ഞാൽ 15 എണ്ണം ഉണ്ടെന്ന അർത്ഥം. n 15 ആണ്. n/n+1 ചെയ്യുമ്പം 15 × 16 എന്നാണ് വരുന്നത്. 240 എന്നാണ് മക്കളെ നമുക്ക് ആൻസർ കിട്ടുന്നത്. 240. മുന്നോട്ട് പോകാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദേ പിടിച്ചോ. ആദ്യ 30 ഇരട്ട സംഖ്യകളുടെ തുക. n/n+1 ആണ് തുകയുടെ ഇക്വേഷൻ. ആണോ? ആദ്യ 30 ഇരട്ട സംഖ്യകൾ എന്ന് പറഞ്ഞാൽ 30 എണ്ണം ഉണ്ടെന്ന അർത്ഥം. 30 × 31 എന്ന് വരും അല്ലേ? 30 × 31 നമുക്ക് 930 എന്ന് കിട്ടും. ഓപ്ഷൻ 930 ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ഉത്തരവായിട്ട് വരുന്നത്. 930 എളുപ്പമാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 50 വരെയുള്ള ഇരട്ട സംഖ്യകളുടെ തുക. 50 വരെ എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണം എന്ന് ഞാൻ പറഞ്ഞു. 50 വരെയുള്ള ഇരട്ട സംഖ്യകളുടെ തുക. എന്തായാലും തുകയുടെ ഇക്വേഷൻ എന്താ? n/n+1 എന്നുള്ളതാണ്. ആണോ? ഇവിടെ n എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ആദ്യം 50 എന്നായിരുന്നെങ്കിൽ 50 എണ്ണം ഉണ്ടായേനെ. ഇത് 50 വരെ ആയതുകൊണ്ട് സിമ്പിളായിട്ട് അറിയാം. 50 വരെ എത്ര ഇരട്ട സംഖ്യകൾ ഉണ്ടെന്നറിയാൻ 50 വരെ 25 ഒറ്റയും 25 ഇരട്ടയാണ്. 50 വരെ പകുതി ഒറ്റയും പകുതി ഇരട്ടയായിരിക്കുകയല്ലേ മക്കളെ? ആണോ? അപ്പം 50 വരെയുള്ള ഇരട്ട സംഖ്യകളുടെ എണ്ണം 25 ആണ്. ഓക്കെ, അപ്പം n 25 ആണ്. 25 × 26 എന്ന് വരും അല്ലേ? എത്ര കിട്ടും മക്കളെ? 25 × 26 650 എന്ന് വരും. 650. ശരിയാണോ? നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. പക്കയാണോ ചെയ്യുന്നേ? ഓക്കെ, എങ്കിലും മുന്നോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ. ആദ്യ 13 വർഗങ്ങളുടെ തുക.
അല്ലേ? ആദ്യം ചേർത്ത് വന്ന് അത് തന്നെ എടുക്കാമെന്ന് പറഞ്ഞു അല്ലേ? 13 വർഗ്ഗങ്ങളുടെ തുകയുടെ ഇക്വേഷൻ n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു 2n+1 ഡിവൈഡഡ് ബൈ 6 ആണ് അല്ലേ? n ഇൻറ്റു n+1 ഇൻറ്റു 2n+1/6. ഇതിൽ n എത്രയാ? 13. n+1 എത്രയാ? 14. 2n+1 എത്രയാ? 2 ഇൻറ്റു 13 26 + 1 27 ഡിവൈഡഡ് ബൈ 6 എന്ന് വരും. ആണോ? വെട്ടിച്ച് കളയാം. 3 വെച്ച് ഇത് 2 തവണ, 3 വെച്ച് ഇത് 9 തവണ. ആണോ? ഇതും വെട്ടിക്കളയാം 7 തവണ അല്ലേ? സോ 13 ഇൻറ്റു 7 ഇൻറ്റു 9 നമ്മുടെ ഉത്തരം 819 എന്ന് കിട്ടും. 819 നമ്മുടെ ആൻസർ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. എങ്കിൽ ഒരു ചോദ്യം കൂടെ ചെയ്യാം. ആദ്യ 13 ക്യൂബുകളുടെ തുക അല്ലേ? ക്യൂബുകളുടെ തുക n ഇൻറ്റു n+1 ഡിവൈഡഡ് ബൈ 2 ഓൾ സ്ക്വയർ ആണ്. ഇതാണ് ക്യൂബുകളുടെ തുക കാണാനുള്ള ഇക്വേഷൻ. ആണോ? ആദ്യത്തെ 11 ക്യൂബുകൾ എന്നല്ലേ മക്കളെ? സോ n 11 എണ്ണമല്ലേ? 11 ഇൻറ്റു 12 ഡിവൈഡഡ് ബൈ 2 ഓൾ സ്ക്വയർ ആണോ? ഇതും വെട്ടിക്കളയാം 6. 66ൻ്റെ സ്ക്വയർ ആണ് ഉത്തരം അല്ലേ? എത്ര കിട്ടും? 66ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്ക് 43 56 എന്ന് കിട്ടും. 43 56 43 56. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ഉത്തരമായിട്ട് വരുന്നത്. ഇത്രയും ചെയ്തത് ക്ലിയർ ആണോ? സംശയമൊന്നുമില്ലല്ലോ? പക്കയാണല്ലോ അല്ലേ? അപ്പം ഇതാണ് തുക കണ്ടുപിടിക്കാനുള്ള ചോദ്യങ്ങൾ. ഒന്ന് ശ്രദ്ധിച്ചേക്കണം. നമുക്ക് വരാറുണ്ട്, പഠിക്കേണ്ടതാണ്, നന്നായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. തുക കണ്ടുപിടിക്കുന്നത് എങ്ങനെ, അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ കേട്ടോ. എണ്ണൽ സംഖ്യകളുടെ തുക, ഒറ്റ സംഖ്യകളുടെ തുക, ഇരട്ട സംഖ്യകളുടെ തുക അല്ലേ, വർഗ്ഗങ്ങളുടെ തുക, ക്യൂബുകളുടെ തുക, ഇക്വേഷൻസ് ഒന്നുകൂടെ റിവൈസ് ചെയ്ത് ഓർത്ത് വെക്കുക, നന്നായിട്ട് പഠിച്ചു വെക്കുക. ഇനി നമ്മൾ പഠിക്കുന്നത് മക്കളെ നമ്മുടെ 25ാമത്തെ ടൈപ്പ് ചോദ്യമാണ്. 25ാമത്തെ ടൈപ്പ്. ഇതില് ബൈനറി നമ്പർ സിസ്റ്റം, ഡെസിമൽ നമ്പർ സിസ്റ്റം, ബൈനറി ടു ഡെസിമൽ കൺവേർഷൻ, ഡെസിമൽ ടു ബൈനറി കൺവേർഷൻ. ഒരു ബൈനറി നമ്പർ തന്നു അതിനെ ഡെസിമൽ നമ്പർ ആക്കണം, ഒരു ഡെസിമൽ നമ്പർ തന്നു ബൈനറി നമ്പർ ആക്കണം. ഇത് പലപ്പോഴും പരീക്ഷകൾക്ക് കാണാറുണ്ട്. അപ്പൊ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നാണ് പഠിക്കുന്നത്. സിമ്പിളാണേ മക്കളെ. ഒരു സംഖ്യ ഇവിടെ തന്നിട്ടുണ്ട്. തന്നിരിക്കുന്ന സംഖ്യ ഏതാ? 37. ഈ 37 എന്നതിനെ ബൈനറി നമ്പറിലേക്ക് മാറ്റണം എന്നതാണ് ചോദ്യം. അപ്പം ഡെസിമൽ നമ്പർ സിസ്റ്റം ഉണ്ട്, ബൈനറി നമ്പർ സിസ്റ്റം ഉണ്ട് അല്ലെ, നമ്മൾ പഠിക്കുന്നതാണ്. അപ്പോൾ ഇതൊരു ഡെസിമൽ നമ്പർ സിസ്റ്റത്തിൽ വരുന്നതാണ്. ഇതിനെ ബൈനറി നമ്പർ സിസ്റ്റത്തിലേക്ക് മാറ്റണം. ബൈനറി നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ 0യും 1ഉം മാത്രം ഉപയോഗിക്കുന്ന സംഖ്യാ സമ്പ്രദായമാണ്. അപ്പോൾ ഈ 37നെ ബൈനറി നമ്പർ സിസ്റ്റത്തിലേക്ക് മാറ്റാൻ പറഞ്ഞ് ചോദിച്ചാൽ ചെയ്യാനുള്ള മാർഗം സിമ്പിൾ ടെക്നിക്ക്. ശ്രദ്ധിച്ച് കേട്ടോണേ. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് വലത് സൈഡിൽ 1 എന്ന് എഴുതണം. ഇനി ഇടത്തോട്ട് അതിൻ്റെ ഇരട്ടി എടുക്കണം. 1ൻ്റെ ഇരട്ടി 2, 2ൻ്റെ ഇരട്ടി 4, 4ൻ്റെ ഇരട്ടി 8, 8ൻ്റെ ഇരട്ടി 16, 16ൻ്റെ ഇരട്ടി 32, 32 ആകുമ്പോൾ നിർത്തണം. ഇനി 32ൻ്റെ ഇരട്ടി 64 അല്ലേ? അപ്പോൾ ഈ 37 കഴിഞ്ഞു പോവില്ലേ? കഴിഞ്ഞു പോകേണ്ട ആവശ്യമില്ല, 37ന് മുൻപ് നിർത്തണം. 32 നിർത്തി. അപ്പം ഞാൻ ചെയ്തത് ഈ വലത് സൈഡിൽ നിന്ന് ഇടത്തോട്ടാണ് എടുത്തു പോയത്. 1, അതിൻ്റെ ഇരട്ടി 2, അതിൻ്റെ ഇരട്ടി 4, അടുത്തത് 8, അടുത്ത് 16, അടുത്ത് 32. അപ്പം വലത് നിന്ന് ഇടത്തോട്ട് ഇരട്ടി എടുത്തു പോന്നു. വലത് നിന്ന് ഇടത്തോട്ട് ഇരട്ടി എടുത്തു പോന്നു. ക്ലിയർ അല്ലേ? 1ൻ്റെ ഇരട്ടി 2, 2ൻ്റെ ഇരട്ടി 4, 4ൻ്റെ ഇരട്ടി 16, 32 അങ്ങനെ. ഇനി 32 ആയപ്പോൾ നിർത്താൻ കാരണം 37ൻ്റെ അല്ലേ കണ്ടുപിടിക്കണ്ടേ? 32ൻ്റെ ഇരട്ടി 64, 64 ഇത് കഴിഞ്ഞു പോവില്ല, അതുകൊണ്ടാണ് 32 നിർത്തിയത്. ഓക്കെ, ഇത്രയും ക്ലിയർ ആണ്. ഇനി വേറെ ഒന്നുമില്ല, സിമ്പിൾ ടെക്നിക്ക് മക്കളെ. ഇതിലേതൊക്കെ കൂട്ടുമ്പോഴാണ് 37 കിട്ടുന്നതെന്ന് നോക്കുക. എനിക്കറിയാം 32ഉം
4ഉം 36 ഒന്നും കൂടെ കൂട്ടിയാൽ 37 വരും അല്ലേ. 32ഉം 4ഉം ഒന്നും കൂടെ കൂട്ടിയാൽ 37 വരും ആണോ. അപ്പോൾ എനിക്ക് മനസ്സിലായി 32 വേണം, 4 വേണം, 1 വേണം. ഇതെല്ലാം കൂടെ കൂട്ടുമ്പോഴാണ് 37 അല്ലേ. ഇനി ഏതൊക്കെ കൂട്ടുമ്പോഴാണോ 37 വരുന്നത് അതിൻ്റെ എല്ലാം താഴെ 1 എഴുതണം. ബാക്കിയുള്ളതിൻ്റെ എല്ലാം താഴെ 0 എഴുതണം. ഇതാണ് ഉത്തരം. അപ്പം 37ൻ്റെ ബൈനറി നമ്പർ ഏതാണെന്ന് ചോദിച്ചാൽ 100 101 എന്ന് വരും. 100 101 എന്ന് വരും. 100 101. ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ചെയ്തത് ക്ലിയർ ആണോ? അപ്പോൾ ഒന്നുകൂടെ പറയട്ടെ ടെക്നിക്ക്, സിമ്പിൾ ടെക്നിക്ക് സെറ്റാ, ശ്രദ്ധിച്ച് കേട്ടേ. നമ്മൾ സംഖ്യയുടെ വലത്തുനിന്ന് ഇടത്തോട്ട് എഴുതി പോകണം. 1 2 ഇരട്ടിയെടുത്ത് പോകണം. 32 വരെ എഴുതി. ഇതിൽ ഏതൊക്കെ കൂട്ടുമ്പോഴാണ് 37 കിട്ടുന്നതെന്ന് നോക്കുക. 32ഉം 4ഉം ഒന്നും കൂടെ കൂട്ടുമ്പോഴാണ് 37 കിട്ടുന്നത്. ആ സംഖ്യകളിലെല്ലാം താഴെ 1 ഇടുക, ബാക്കിയുള്ളതിൻ്റെ എല്ലാം താഴെ 0 ഇടുക. എന്നിട്ട് ഇതെല്ലാം കൂട്ടി പറഞ്ഞ ഉത്തരമായി. അടുത്ത 1-2 ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പം നന്നായിട്ട് മനസ്സിലാവും. അടുത്തൊരു ചോദ്യം മക്കളെ, 42ൻ്റെ ബൈനറി നമ്പർ കാണാനാണ്. 42ൻ്റെ ബൈനറി നമ്പർ കാണാനാണ്. 42ൻ്റെ ബൈനറി നമ്പർ കാണാൻ സിമ്പിൾ പരിപാടി. ആദ്യം എന്ത് ചെയ്യണം? അങ്ങേയറ്റത്ത് 1 എഴുതണം, അതിൻ്റെ ഇരട്ടി 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 എഴുതണം. ഇനി വേണ്ട, കാരണം 64 എന്ന് പറയുമ്പോൾ 42 കഴിഞ്ഞു പോകും. ഇനി ഇതിൽ ഏതൊക്കെ കൂട്ടിയാൽ ആ 42 കിട്ടുന്നതെന്ന് നോക്കുക. അപ്പം എന്തായാലും 32 അല്ലേ, 8ഉം 40, 2ഉം 42. ശരിയാണോ? 32 8 40, 2 42. അതിൻ്റെ എല്ലാം താഴെ 1 ഇടുക. ഓക്കെ, ബാക്കിയുള്ളതിൻ്റെ എല്ലാം താഴെ 0 ഇടുക. ആൻസർ 101010. ഏതാ മക്കളെ? 101010. യെസ്, ആൻസർ ഓപ്ഷൻ എ ആണ് കറക്റ്റ്. ഇങ്ങനെ ഫാക്ടറൈസ് ചെയ്ത് ചെയ്യുന്ന രീതിയുണ്ട്, അതിൽ കുറച്ചുകൂടി എളുപ്പം ഇതാ, ഇങ്ങനെ ചെയ്യുന്ന എളുപ്പം. മുന്നോട്ട് പോവാം. എങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യൻ, 73ൻ്റെ ബൈനറി നമ്പർ കാണണം. 73ൻ്റെ ശരി, നമ്മൾ പറഞ്ഞ ടെക്നിക്ക് 1 ഇരട്ടിയെടുത്തു, യെസ്, വീണ്ടും ഇരട്ടി 8, അടുത്ത് 16, അടുത്ത് 32, അടുത്ത് 64. കാരണം 73 അല്ലേ, അപ്പോൾ 64 വരെ വരാം. ഏതൊക്കെ കൂട്ടിയാലാ 73 കൂട്ടുന്നതെന്ന് നോക്കുക. എന്തായാലും 64 വേണം. 64ഉം 8ഉം 72ആണ്. 72ഉം 1ഉം 73ആണ് അല്ലേ. അതിൻ്റെ എല്ലാം താഴെ 1 ഇടുക, ബാക്കിയുള്ളതിൻ്റെ എല്ലാം താഴെ 0 ഇടുക. അപ്പം 100 1001 വരും ആണോ. 100 1001. ഏതാ മക്കളെ ആൻസർ? ഓപ്ഷൻ ഡി ആണ് നമ്മുടെ കറക്റ്റ് ഉത്തരമായിട്ട് വരും. ചെയ്ത ടെക്നിക്ക് ഓക്കെ ആണോ? എങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യനെ കണ്ടോ, ഇങ്ങനെയൊക്കെ എക്സാമിന് വന്നിട്ടുണ്ട്. 78നെ ഒരു പ്രത്യേക സംഖ്യാ സമ്പ്രദായത്തിൽ 100 111 0 എന്ന് എഴുതാമെങ്കിൽ 87നെ ഇതേ രീതിയിൽ എങ്ങനെ എഴുതാം? കണ്ടോ, അപ്പം 78ൻ്റെ ബൈനറി നമ്പറാണ് ഇവർ എഴുതിയേക്കുന്നത്. ബൈനറി നമ്പർ എന്ന ടേം അവർ യൂസ് ചെയ്തിട്ടില്ല, പക്ഷെ 78ൻ്റെ ബൈനറി നമ്പറാണ് അവർ എഴുതിയേക്കുന്നത്. 87ൻ്റെ നമ്പർ ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ 1 ഇരട്ടിയെടുത്തു, 4 എടുത്തു അല്ലേ. ഓക്കെ, 8 എഴുതി മക്കളെ. 16 32 64. ഇനി പറ്റില്ല, കാരണം 87 കഴിഞ്ഞു പോകും. ഈ 64ഉം ഏതും കൂടെ കൂട്ടണം, 16ഉം കൂട്ടണം. അപ്പം 70 80ആയി. ഇനി ഈ 4ഉം 2ഉം 1ഉം കൂടെ കൂട്ടുമ്പോൾ 7 വരും. ശരിയല്ലേ? 64ഉം 16ഉം 70 80 84 86 87. ഓക്കെ, അതിൻ്റെ എല്ലാം താഴെ 1 ഇടുക. 1 1 1 1 1. ഇടയ്ക്കെല്ലാം 0 ഇടുക. 10 10 111 എന്ന് വരും. 10 10 111. 10 10 111. ഏതാ? ഓപ്ഷൻ എ ആണ് കറക്റ്റ്. അപ്പോൾ ഇത് ചെയ്യേണ്ട ടെക്നിക്ക് ഓക്കെ അല്ലേ? എളുപ്പമല്ലേ? ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ തിരിച്ച് ഓക്കെ, 100 അല്ലേ, 11 100 11 ആണോ. 100 11
എന്ന ബൈനറി നമ്പറിൻ്റെ ഡെസിമൽ നമ്പർ കാണണം. അപ്പോൾ ഒരു ബൈനറി നമ്പർ തന്നിട്ടുണ്ട്, ഇതിൻ്റെ ഡെസിമൽ നമ്പർ കാണാനാണ് ചോദ്യം. അപ്പോൾ നമ്മൾ ഇപ്പോൾ ചെയ്തതിൻ്റെ റിവേഴ്സ് പരിപാടി ചെയ്താൽ മതി. ഓക്കെ, നിങ്ങൾ അങ്ങേയറ്റത്ത് ഒന്നെന്ന് എഴുതുക, അതിൻ്റെ ഇരട്ടി എഴുതുക, അതിൻ്റെ ഇരട്ടി എഴുതുക, അതിൻ്റെ ഇരട്ടി എഴുതുക, അതിൻ്റെ ഇരട്ടി എഴുതുക. ക്ലിയർ ആണോ? അങ്ങേയറ്റത്ത് ഒന്നെന്ന് എഴുതുക, എന്നിട്ട് ഇരട്ടി എടുത്തെടുത്ത് പോവുക. 1ൻ്റെ ഇരട്ടി 2, 2ൻ്റെ ഇരട്ടി 4, 4ൻ്റെ ഇരട്ടി 8, 8ൻ്റെ ഇരട്ടി 16. ഇനി 1ൻ്റെ താഴെ കിടക്കുന്ന സംഖ്യകളെല്ലാം കൂടെ കൂട്ടുന്നതായിരിക്കും ഇതിൻ്റെ ഡെസിമൽ നമ്പർ. 1ൻ്റെ താഴെ കിടക്കുന്ന സംഖ്യ 1 16 പ്ലസ് 1 2 പ്ലസ് 1. ഓക്കെ, സോ ആൻസർ 19 ആണ്. 19ൻ്റെ ബൈനറി നമ്പറാണിത്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, 19. ചെയ്തത് ക്ലിയർ ആണോ? അപ്പം ഒരു ബൈനറി നമ്പർ തന്നാൽ അങ്ങേയറ്റത്ത് ഒന്നെന്ന് എഴുതുക, ഇരട്ടി ഓരോന്നിൻ്റെയും താഴെ എഴുതി പോവുക. അതിൽ 1ൻ്റെ താഴെയുള്ള സംഖ്യകളെല്ലാം കൂട്ടി എഴുതിയാൽ അതിൻ്റെ ഡെസിമൽ നമ്പർ കിട്ടും. സെറ്റാണേ? ആണ്. എങ്കിൽ മുന്നോട്ട് ഒരു ചോദ്യം കൂടെ നമുക്ക് ചെയ്യാം. 10, 10, 11 ഇതിൻ്റെ ഡെസിമൽ നമ്പർ കാണാം. അപ്പം ഞാൻ അങ്ങേയറ്റത്ത് 1 എഴുതി, അതിൻ്റെ ഇരട്ടി 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 എഴുതി. ഓക്കെ, ഇനി 1ൻ്റെ താഴെയുള്ളതെല്ലാം കൂടെ കൂട്ടണം. 1ൻ്റെ താഴെ എല്ലാം കൂടെ കൂട്ടുമ്പം 32 പ്ലസ് 8 പ്ലസ് 2 പ്ലസ് 1 വരും അല്ലേ? 43 എന്ന് വരും മക്കളെ. 43. ഇങ്ങനെയാണ് ഡെസിമൽ നമ്പറിനെ ബൈനറി നമ്പർ ആക്കുന്നതും ബൈനറി നമ്പറിനെ ഡെസിമൽ നമ്പർ ആക്കുന്നതും. തിരിച്ചും മറിച്ചും ചെയ്യുന്ന രീതിയിലാണ്. പക്കയാണോ? നന്നായിട്ട് മനസ്സിലായോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഇതിൻ്റെ ബാക്കി അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പം ശരി, ടാറ്റ.